വീട്ടുമുറ്റത്തെത്തുന്ന മയിലുകൾ ചിലയിടങ്ങളിലെങ്കിലും ഇന്നൊരു അപൂർവ കാഴ്ചയല്ലാതെയായി മാറിയിട്ടുണ്ട്. മൃഗശാലയിൽ പോയി മാത്രം കണ്ടിരുന്ന മയിലുകൾ വീട്ടുമുറ്റത്തെത്തുമ്പോൾ അത് സന്തോഷം തന്നെയാണ് നൽകുന്നത്. പീലി വിടർത്തി ആടുന്ന മയിലിന്റെ മനോഹാരിത കേരളത്തിലെ ചില ഗ്രാമങ്ങളിലെങ്കിലും പതിവ് കാഴ്ചയായി മാറിയിട്ട് വർഷങ്ങളായി. കുറ്റിക്കാടുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന മയിലിന്റെ ശബ്ദം കുട്ടികൾക്ക് പോലും പരിചിതമായി കഴിഞ്ഞു. കേരളത്തിൽ മയിലുകൾ വർദ്ധിക്കുകയാണ് എന്നതിന്റെ അടയാളപ്പെടുത്തലുകളാണ് ഇവയെല്ലാം. മയിലുകളുടെ വംശവർധന നൽകുന്ന സൂചനകൾ അത്ര നല്ലതല്ല എന്നും പറയേണ്ടിയിരിക്കുന്നു. കേരളം വരൾച്ചയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ മുന്നറിയിപ്പാണ് മയിലുകളുടെ എണ്ണപ്പെരുപ്പവും നാടിറക്കവും. ഉഷ്ണപക്ഷിയാണ് മയിൽ. വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശങ്ങളാണ് അവയ്ക്കിഷ്ടം. കുറ്റിക്കാടുകളും പാറക്കെട്ടുകളുമാണ് മയിലുകളുടെ ജീവിത പരിസരങ്ങൾ. നീർവാർച്ചയുള്ള വെള്ളം സുലഭമായി ലഭിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളെക്കാൾ വരണ്ട കുന്നിൻപുറങ്ങളിലാണ് മയിലുകളെ ഏറെയും കാണാനാവുക. കേരളത്തിൽ മയിലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് നമ്മുടെ സംസ്ഥാനം വരണ്ട പ്രദേശമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തെളിയിക്കുന്നത്. മയിലുകൾ ഇല്ലാത്ത കേരളം. പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന ഡോക്ടർ സലീം അലിയുടെ നേതൃത്വത്തിൽ 1933 മയിലുകളെ കണ്ടെത്താനായി സർവേ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ ഒരു മയിലിനെ പോലും കണ്ടെത്താനായിരുന്നില്ല. ആഴ്ചകളോളം കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ സർവേയുടെ അവസാനം ഇവിടെ മയിലുകളില്ല എന്ന നിഗമനത്തിലാണ് സംഘം എത്തിച്ചേർന്നത്. ഡോക്ടർ സലീം അലിയുടെ നിഗമനം ശരിവെക്കുന്ന തരത്തിൽ പിന്നീട് നടന്ന സർവേകളിൽ ഒന്നും മയിലിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. പിന്നീട് 30 വർഷങ്ങൾക്കു ശേഷം 1963 കേരളത്തിൽ ആദ്യമായി മയിലിന്റെ സാന്നിധ്യം സർവേയിൽ കണ്ടെത്തിയത്. പീച്ചി വ്യാഴാനി വനത്തിൽ 10 ഇടങ്ങളിലായാണ് അന്ന് മയിലുകളെ കണ്ടെത്തിയത്. മയിലുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 20 വർഷത്തോളമായി വൻ വർധനവാണ് കേരളത്തിലും പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലും ഉണ്ടായതെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ചെന്നൈയിലെ CPR പ്രകൃതി പഠന കേന്ദ്രം പുറത്താക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും കുറുക്കന്റെ എണ്ണത്തിലുണ്ടായ കുറവുമാണ് മയിലുകൾ പെരുകാൻ കാരണമായി പറയുന്നത്. പറ്റമായി മേഞ്ഞു നടക്കുന്ന മയിലുകൾ കൃഷി നശിപ്പിക്കുന്നത് പാലക്കാടൻ മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. തമിഴ്നാട്ടിൽ തക്കാളിക്ക് വില വർദ്ധിച്ചപ്പോൾ കാരണമായി പറയുന്നത് മയിലുകൾ കൃഷി നശിപ്പിക്കുന്നതിനാൽ തക്കാളി ഉൽപാദനം കുറഞ്ഞു എന്നായിരുന്നു. ദേശീയ പക്ഷിയായ മയിൽ 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 ഉൾപ്പെടുന്ന പക്ഷിയാണ്. അതുകൊണ്ട് തന്നെ മയിലുകളെ തുരത്തിയോടിക്കുന്നതിന് കർഷകർക്ക് ഏറെ പരിമിതികളുണ്ട്. ഈന്തപ്പനകൾ പറയുന്നത്. 45 ഡിഗ്രി വരെ ചൂടുള്ള പ്രദേശങ്ങളിൽ കരുത്തോടെ വളരുന്നവയാണ് ഈന്തപ്പനകൾ. പകൽ സമയത്ത് കനത്ത ചൂടും രാത്രിയിൽ നല്ല തണുപ്പുമുള്ള പ്രദേശങ്ങളിൽ നല്ലപോലെ വളരുകയും തിരികെയും ചെയ്യുന്ന ഈന്തപ്പനകൾ കേരളത്തിലും കായ്ച്ചു തുടങ്ങി. മരുഭൂമിയിലെ പ്രധാന സസ്യത്തിനു വളരാനും കായ്ഫലം ഉണ്ടാകുന്നതിനും കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും അനുയോജ്യമായി മാറി എന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരാവസ്ഥയാണ് ബോധ്യപ്പെടുത്തുന്നത്. കുറഞ്ഞ അന്തരീക്ഷ ആർദ്രതയും പാകമായി വരുമ്പോൾ മഴയുണ്ടാകാത്ത കാലാവസ്ഥയുമാണ് ഈന്തപ്പഴ കൃഷിക്ക് വേണ്ടത്. കേരളത്തിലെ കാലാവസ്ഥയിൽ ഈന്തപ്പന വളരുമെങ്കിലും കായ്ച്ചതിന്റെ വാർത്തകൾ എവിടെയും കേട്ടിരുന്നില്ല. മെയ് അവസാനം മുതൽ മഴക്കാലം തുടങ്ങുന്ന കേരളത്തിലെ കാലാവസ്ഥയിൽ മരുഭൂമി സസ്യമായ ഈന്തപ്പന കായ്ക്കുന്നത് മുൻകാലങ്ങളിൽ ചിന്തിക്കാനാവുന്നതിലും അപ്പുറമുള്ള ഒരു കാര്യമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം സാധ്യമായതിനെ അസാധ്യമാക്കിയതിനോടൊപ്പം അസാധ്യമായ ചിലതിനെ സാധ്യമാക്കുക കൂടി ചെയ്തിരിക്കുന്നു. എറണാകുളത്തും പാലക്കാടും മലപ്പുറത്തും എല്ലാ ഈന്തപ്പനകൾ കായ്ച്ചു തുടങ്ങി. പകലിലെ കനത്ത ചൂടും രാത്രി സമയങ്ങളിൽ വരുന്ന തണുപ്പും കാലം തെറ്റി പെയ്യുന്ന മഴയുമെല്ലാം കേരളത്തിലും ഈന്തപ്പഴ കൃഷി സാധ്യമാക്കിയിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുക തന്നെയാണ്. പരിസ്ഥിതി ശാസ്ത്രജ്ഞർ വർഷങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയതുപോലെയെല്ലാം ലോകത്തെല്ലായിടത്തും കാലാവസ്ഥയിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. വരൾച്ചയായും അതിവർഷമായും വേനലിലെ വർദ്ധിപ്പിക്കുന്ന താപനിലയായും അത് നമ്മുടെ നാട്ടിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. വീട്ടുമുറ്റത്തെത്തുന്ന മയിലും കായ്ച്ചു തുടങ്ങുന്ന ഈന്തപ്പനകളും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വിപൽ സൂചകങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഇറ്റ്സ് മീഡിയ സൈനിങ് ഓഫ്.